ഇന്നത്തെ അതിഥിയിലേക്ക് നമുക്ക് കടക്കാം. ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തും സ്നേഹിതയുമായിട്ടുള്ള ചലച്ചിത്ര താരവും സാമൂഹ്യ പ്രവർത്തകയുമായ അമയ പ്രസാദാണ്. സ്വാഗതം അമയ. ഓക്കെ, ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇന്റർവ്യൂ കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും മൾട്ടിമീഡിയയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അമയ. ചലച്ചിത്ര മേഖലയിൽ നിൽക്കുന്നുണ്ട്, സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒട്ടനവധി മേഖലയിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എങ്ങനെയാണ് ഒരു ട്രാൻസ്ജെൻഡർ വനിതയായ അമയ ഇത്തരം മൾട്ടി സ്പേസിനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്? എല്ലാ ഇതിലും സജീവമാകണമെന്നല്ല, എല്ലാ മേഖലയിലും സജീവമാകണം എന്നുള്ളത് എനിക്ക് അതിയായ ആഗ്രഹമാണ്. നമുക്ക് ആഗ്രഹം ഒരു എല്ലാത്തിലും പ്രവർത്തിക്കുക, എല്ലാ മേഖലകളിലും എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയ. ഓക്കെ, ഒരു പ്രത്യേകിച്ച് ട്രാൻസ്ജെൻഡർ വനിതയാകുന്ന സമയത്ത് നമുക്ക് അവസരങ്ങളുടെ ഒരു കുറവ് എപ്പോഴും അനുഭവപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് ഞാനൊരു ട്രാൻസ്ജെൻഡർ വനിതയാണ്. എങ്ങനെയാണ് നമുക്ക് സമൂഹത്തിലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കിട്ടുന്ന സമാനമായുള്ള അവസരങ്ങൾ കിട്ടാറുണ്ടോ? ഒരിക്കലും ഇല്ല. ഒരുപാട് പല സ്ഥലങ്ങളിലും പല ഇടങ്ങളിലും മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. ഇപ്പം നമ്മൾ പരിശ്രമിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ നന്നായി ശ്രമിക്കുന്നതുകൊണ്ട്, ഇപ്പം ഞാനെന്ന വ്യക്തി നന്നായി ശ്രമിക്കുന്നത് കൊണ്ട് ഒരുപാട് എന്നുള്ളതിൽ നിന്ന് കുറച്ചെങ്കിലും നേടിയെടുക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളത് അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഈ നിലയ്ക്കെങ്കിലും മുന്നോട്ട് പോകുന്നില്ല. അത് നമ്മുടെ എന്താ പറയുക, ഒരു ത്വരയാണല്ലോ. നമുക്ക് മുന്നോട്ട് എത്തണം, അല്ലെങ്കിൽ നമ്മൾ കുതിച്ച് മുന്നേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് ആണ് ഞാൻ ഇതുവരെയെങ്കിലും എത്തിപ്പെട്ടത്. അപ്പം മറ്റുള്ള സംബന്ധിച്ച് സ്ത്രീ പുരുഷൻ എന്നതിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒഴിവാക്കപ്പെടുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അമയ സിനിമാ മേഖലയിൽ സജീവമായിട്ട് നിൽക്കുന്ന ആളാണ്, കുറേയധികം സിനിമകളുടെ ഭാഗമായിട്ടുള്ള ഒരാളാണ്. എങ്ങനെയാണ് സിനിമാ മേഖലയിലും സമാനമായിട്ടുള്ള സ്വഭാവമുണ്ടോ? എങ്ങനെയാണ് അവസരങ്ങൾ കിട്ടാറുണ്ടോ? പൊതുവെ അവസരങ്ങൾ കുറവാണ്. അപ്പം നമ്മൾക്ക് പറ്റിയ ക്യാരക്ടറുകൾ ഉണ്ടെങ്കിൽ മാത്രമേ സിനിമകളിൽ അഭിനയിപ്പിക്കുകയുള്ളൂ, അല്ലെങ്കിൽ സീരിയലുകളായാലും മറ്റു അതേപോയിട്ടുള്ള എല്ലാ മേഖലകളിലും നമുക്ക് അങ്ങനത്തെ അവസരങ്ങൾ തരുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. അപ്പോൾ ഒരു സ്റ്റോറി എടുത്താൽ ആ സ്റ്റോറിക്കകത്ത് ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ ക്യാരക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് തരാവൂ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ അങ്ങനെ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, അതൊക്കെ മാറണം എന്നുള്ള ഒരു ഇതിലൂടെ എത്തണമെന്നും കൂടെ ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഇപ്പം ഇത് പറഞ്ഞതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ ഒരു രണ്ട് വാദങ്ങളുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും സ്ത്രീയായി തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളും അതിനപ്പുറത്തേക്ക് ട്രാൻസ്ജെൻഡർ വനിതയായിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകളും ഉണ്ട്. എങ്ങനെയാണ് അമയ ഈ അഭിപ്രായത്തോട് ഏതിനോടാണ് യോജിച്ച് നിൽക്കുന്നത്? ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്, ഓരോരുത്തരുടെ ആഗ്രഹം. ഒരാൾക്ക് സ്ത്രീയായിട്ട് തന്നെ ഇരിക്കണം, നിങ്ങൾ സ്ത്രീയല്ലേ, സ്ത്രീയായിട്ട് തന്നെ ഇരുന്നുകൂടെ എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ എനിക്കൊരു ട്രാൻസ്ജെൻഡർ എന്നറിയുന്നതിലാണ് എനിക്കിഷ്ടം. ഞാനൊരു സ്ത്രീയാണ്, പക്ഷെ എന്നാൽ എനിക്കൊരു ട്രാൻസ് വുമൺ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡർ, നമ്മളൊരു വിഭാഗമുണ്ട് എന്ന് അറിഞ്ഞ് നമ്മളെല്ലാവരും ഒന്നാണെന്ന് അറിഞ്ഞ് ജീവിക്കുന്നതാണ് എനിക്കിഷ്ടം. ഓക്കെ, കേരളം കുറെ കൂടെ മുന്നോട്ട് പോയൊരു സംസ്ഥാനം കൂടിയാണ്. പക്ഷേ അമേരിക്കയിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ട്രംപ് നടത്തിയ ഒരു പരാമർശം വളരെ വലിയ തരത്തിൽ തന്നെ നമ്മളെ ബാധിക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് അമയ നമ്മളെ കേരളത്തിനകത്ത് അത്തരത്തിലൊരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരാറുണ്ടോ പൊതുവെ? ട്രംപ് എന്ന് പറയുന്ന വ്യക്തി, അത് വ്യക്തി അദ്ദേഹം പറഞ്ഞതിനോടൊപ്പം അദ്ദേഹം ഒരു രാഷ്ട്രത്തിന്റെ പിതാവാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് നമുക്ക് അനുകൂലിക്കാൻ അല്ലെങ്കിൽ പ്രതികൂലിക്കാനുള്ള ഒരു ഇതൊന്നും നമുക്ക് അതിനുള്ള അർഹതയില്ല. പക്ഷേ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് മതേതരത്വ രാഷ്ട്രമാണ്. അപ്പോൾ ആ രാഷ്ട്രത്തിൽ നമ്മൾക്ക് ഇവിടെ ഒരു കാര്യങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവാതെ എല്ലാവരും ഒരുപോലെ ജീവിച്ചു പോകാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് പക്ഷേ ഇനിയും മാറ്റങ്ങൾ വരാനുണ്ട്. ആ മാറ്റങ്ങൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് മാറ്റപ്പെടും. അപ്പൊ ആ സമയത്ത് ഇതിൻ്റെയൊക്കെ ഒരു നിജസ്ഥിതി മനസ്സിലാക്കാൻ പറ്റും എല്ലാവർക്കും. ഓക്കെ, ഇത് പറഞ്ഞപ്പോൾ കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു സൈബർ ബുള്ളിങ് ഒരു പക്ഷേ അമയ അടക്കം അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ഇപ്പോഴത്തെ ഒരു സൈബർ സ്പേസിൽ പൊതുവെ നമുക്ക് ഒരു നീതി കിട്ടാറുണ്ടോ? പൊതുവെ എടുത്തു പറയേണ്ടത് ട്രാൻസ്ജെൻഡർ മനുഷ്യർക്ക് നമ്മൾ പലപ്പോഴും കേസുകളായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. പക്ഷേ നീതി കിട്ടാറുണ്ടോ സൈബർ ഇടത്തും ഇല്ല മറ്റെല്ലാ ഇടങ്ങളിലും? ഇപ്പോൾ അങ്ങനെ നീതി കിട്ടാറില്ല, അതാണ് സത്യം. നീതി ഇപ്പോൾ എന്താ പറയുക, നമ്മളൊരു സിമ്പിൾ ഒരു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും നമ്മൾ അതിന് കേസുമായി പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തിന് ഉദാഹരണം പറയാം, നമ്മളുടെ പേഴ്സണൽ ഇഷ്യൂസിലൂടെ നമ്മൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ പല സ്ഥലങ്ങളിലും പല നീതിക്ക് വേണ്ടി പോകുന്ന സമയത്ത് നമ്മളെ ഒഴിവാക്കപ്പെടുന്നുണ്ട്. അത് നീതിപീഠവും അതുപോലെ തന്നെ ഇപ്പോൾ വരുന്ന നമ്മുടെ സൈബർ ബുള്ളിങ്ങും അതുപോലെ തന്നെയാണ്. ഓക്കെ, ഞാനത് കുറച്ചൊരു പേഴ്സണൽ കാര്യം ചോദിക്കുകയാണ്. അമയ ഒരു നല്ലൊരു നടി കൂടിയാണ്, കുറേ അധികം സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്. ഇനി പുതിയ പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പുതിയ അവസരങ്ങളൊക്കെ എങ്ങനെ കിട്ടുന്നുണ്ടോ എന്നുള്ളതും കൂടി.
അവസരങ്ങൾ ഇപ്പോ നല്ല ഒരു ഏഷ്യാനെറ്റ് ചാനലില് പവിത്രം എന്ന സീരിയലിൽ ഒരു മെയിൻ ക്യാരക്ടർ ജീന എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തു പോകുന്നു. സിനിമകൾ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ 2 സിനിമകളോളം റിലീസാവാനുണ്ട്. അപ്പോൾ 2 സിനിമയും വരുന്നതിൻ്റെ ഒരു സന്തോഷവും കൂടെ ഉണ്ട്. പിന്നെ പുതിയ പുതിയ സിനിമകൾ ഇങ്ങനെ ചോദിച്ച് കഥകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റോറിയൊക്കെ കേട്ടിട്ട് എനിക്ക് ആപ്റ്റ് എന്ന് തോന്നുന്ന സംഭവങ്ങൾ ചെയ്യും. ഒരുപാട് സ്റ്റോറീസ് കാര്യങ്ങളൊക്കെ വിളിക്കാറുണ്ട്, ഒരുപാട് പേര് വിളിച്ച് ചോദിക്കാറുണ്ട്, കഥകൾ പറയാറുണ്ട്. അപ്പോൾ എനിക്കിഷ്ടമുള്ള സംഭവങ്ങൾ ചെയ്യാൻ എനിക്ക് താല്പര്യം. ഓക്കെ. അപ്പം മറ്റാരും എടുക്കാത്തൊരു വലിയൊരു മുൻകൈ എടുത്ത വ്യക്തിയാണ് അമ്മയ. ഈ പറയുന്ന പോലെ OTT പ്ലാറ്റ്ഫോമിൽ പുതിയൊരു തുടക്കം കുറിച്ച വ്യക്തി കൂടിയാണ്. അതിന്റെ വിശേഷങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും. കാറ്റ് എന്ന് പറയുന്ന ഒരു OTT പ്ലാറ്റ്ഫോമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പണിപ്പുരയിലാണ്. ഏകദേശം ഒരു കാര്യങ്ങളൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. ഞാനൊരു പകുതിയോളം ആയിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞു. പ്രേംകുമാർ സാറും അങ്ങനെ എനിക്കിഷ്ടമുള്ള കുറച്ച് വ്യക്തികളായിട്ടുള്ള ആൾക്കാർ, അപ്പം അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ഞാൻ ഇനോഗ്രേറ്റ് ചെയ്തു. പക്ഷെ ഇപ്പോൾ അവിടെ ഞാനൊരു ജനസേവന കേന്ദ്രവും കൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ജനങ്ങളെ സേവിക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരു ബിസിനസ് വനിതയും കൂടിയാണ്. ഇതിനേക്കാൾ ഉപരിയൊക്കെ തന്നെ അമ്മ ഒരു എഴുത്തുകാർ കൂടിയാണ്. 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പം പുതിയ പുസ്തകം ഇറങ്ങാനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ വിശേഷം കൂടി ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഞാൻ ആത്മകഥ എഴുതി, പിന്നെ ഇന്ദ്രൻ സേട്ടനെ കുറിച്ച് എഴുതി. അടുത്ത് എന്താ പറയുക, നമ്മുടെ മലയാളിക്കുള്ള കുറിപ്പുകളെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഇനിയും കുറേ എഴുതണം. എല്ലാ കാര്യങ്ങളിലും കൂടെയൊക്കെ ഇൻവോൾവ് ആയിക്കൊണ്ട് പറ്റുന്ന സമയത്താണ് കുറച്ചൊക്കെ എഴുതാൻ പറ്റുന്നത്. ഇപ്പം കുറച്ച് സമയം കൊണ്ട് അതിനും പറ്റുന്നില്ല. മാക്സിമം എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ആയി, ഷൂട്ടും കാര്യങ്ങളും പിന്നെ സ്ഥാപനവും എല്ലാം കൂടെയൊക്കെ ആയപ്പോൾ അതിൻ്റെ ഒരു തിരക്കുണ്ട്. അപ്പം എല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ, എന്നാൽ എഴുത്ത് വിടത്തില്ല, എഴുതി തന്നെ പോകണം തന്നെയാണ് ആഗ്രഹം. പൊതുവെ ഇങ്ങനത്തെ വിജയകഥകൾ പറയുന്ന സമയത്ത് എല്ലാവർക്കും പിറകിൽ ഒരു സപ്പോർട്ട് ചെയ്യാൻ വലിയൊരു കൂട്ടം മനുഷ്യരുണ്ടാകാം. പക്ഷെ ട്രാൻസ്ജെൻഡർ മനുഷ്യർക്ക് അത് ഉണ്ടാവണം എന്നൊരു നിർബന്ധമില്ല, സാധ്യത കുറവുമാണ്. എങ്ങനെ അമ്മയുടെ പിറകിൽ ഈ പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്യാൻ മറ്റാരെങ്കിലും ഉണ്ടോ? ഇല്ലേ? സപ്പോർട്ട് കുറെ ജനറൽ പേഴ്സൺസ്, ഒരുപാട് ആൾക്കാർ. നമ്മളിപ്പോൾ ജനറൽ പേഴ്സൺ എടുത്ത് പറയാൻ കാരണം നമ്മളും ഞങ്ങളെപ്പോലെയുള്ള നമ്മുടെ കൂടെയുള്ള ആൾക്കാരും, അതുപോലെ എനിക്ക് കുറെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ആ സുഹൃത്ത് ബന്ധമാണ് നമ്മളെ എപ്പോഴും മുന്നോട്ട് പോകാൻ, എന്നെ സംബന്ധിച്ച് ആ സുഹൃത്ത് ബന്ധം തന്നെയാണ് കൂടുതലും എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഓരോ കാര്യങ്ങൾക്കും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധം ഇനിയും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് ആഗ്രഹവും. ഓക്കെ. അപ്പം അങ്ങനത്തെ സുഹൃത്തുക്കൾ ഇനിയും ഉണ്ടാവട്ടെ. അപ്പം അമ്മ ഇപ്പൊ നിലവിൽ വിവാഹത്തെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ വിവാഹത്തിന് തുടക്കം കുറിക്കുന്നു എന്നാണ് വളരെ പേഴ്സണലി അടുത്ത് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് വിവാഹം ഉടനെ ഉണ്ടാകുമോ, എങ്ങനെയാണ് റിലേഷൻഷിപ്പിലാണോ എന്നുള്ളതൊക്കെ? റിലേഷൻഷിപ്പിലാണ്. ആളിവിടെ ഇല്ല, പുറത്താണ്. അപ്പം എന്തായാലും ഡിസംബറിൽ വരും. വന്നതിന് ശേഷം ഞങ്ങൾ ആലോചിച്ചിട്ട് ചിലപ്പോൾ മാരേജ് ഉണ്ടാവും, ഉടനെ ഉണ്ടാവാം. ഓക്കെ. അപ്പൊ എന്തായാലും ഒരു അഡ്വാൻസ് ഹാപ്പി മാരീഡ് ലൈഫ് നേരുവാണ്. ഈ പറഞ്ഞ പോലെ നമുക്ക് കുറെ അധികം പ്രതിസന്ധികളുണ്ട്. ഈ പറഞ്ഞ പോലെ വിവാഹത്തിന് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫോമുകളിൽ തന്നെ വലിയ രീതിയിൽ ഒരു പരിമിതികളുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ മറികടക്കാൻ സാധിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ 2025 നിൽക്കുന്ന സമയത്തും? കുറേ ഇടത്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം പൊതുവെ എല്ലാ മാറ്റങ്ങളാണല്ലോ, മാറി തുടങ്ങി എന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഇനി മാറാനുണ്ട്, പക്ഷെ എന്നാൽ പഴയതിനേക്കാളും ഒരുപാട് മാറിയെന്നതിലുള്ള സന്തോഷമുണ്ട്. മാരേജ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ സപ്പോർട്ടാണ്. ഓക്കെ. അപ്പം ഈ ലൈഫിൽ ഇത്രയും വർഷം ഇങ്ങനെ കടന്നു വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു രണ്ടാമതൊരു ജനനവും കൂടി അമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം അമ്മയ മുൻപ് മറ്റു ജീവിതം ജീവിച്ചു വന്ന ഒരു വ്യക്തി കൂടിയാണ്. ഈ കഴിഞ്ഞ കുറച്ച് കാലത്തിനിടയിൽ കേരളത്തിൽ കുറേ അധികം മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് പറയുമ്പോഴും എന്തെങ്കിലും മോശം അനുഭവം, പ്രത്യേകിച്ച് പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന മേഖലയ്ക്കകത്തു നിന്നോ എന്തെങ്കിലും മോശമായൊരു അനുഭവം പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനുണ്ടോ? മോശ അനുഭവം ചിലയിടങ്ങളിൽ നമ്മൾ ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ മാത്രം ചിലവരുടെ ചില ഭാവങ്ങളും മാറ്റങ്ങളും ഒന്നൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു, നമുക്കത് വിഷമം തോന്നിക്കും. പക്ഷെ നമ്മൾ അവരോട് ഫൈറ്റ് ചെയ്യാനോ അതിനൊന്നും പോകാനുള്ള സമയം നമ്മൾ അതിന് വേണ്ടിയിട്ടല്ലല്ലോ. പക്ഷെ അങ്ങനെ കുറേ മനുഷ്യരുണ്ട്, കുറച്ച് മനുഷ്യർ, ഒരുപാടില്ല, ഇപ്പോൾ കുറച്ച് മനുഷ്യരുണ്ട്. അവരും കൂടെയൊക്കെ കുറച്ച് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മാറണം. ഓക്കെ, അങ്ങനെ മാറട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നതും. അപ്പം കഴിഞ്ഞ ദിവസം വനിതാ ദിനമായിരുന്നു. ഇപ്പം പൊതുവെ വനിതാ ദിനങ്ങളൊക്കെ തന്നെ വനിതകൾക്ക് മാത്രമുള്ള ഒരു ദിനമായിട്ടാണ് സമൂഹം കൽപ്പിക്കാറ്. പക്ഷെ അതല്ല, ട്രാൻസ്ജെൻഡർ വനിതകൾക്ക് കൂടി ആ ദിനമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ കാണുന്ന നമ്മുടെ ന്യൂസ് 18 പ്രേക്ഷകരോട് അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്, പ്രത്യേകിച്ച് വനിതാ ദിനത്തോട് അനുബന്ധിച്ച്?
ഇപ്പോൾ ഒരുപാട് നമ്മളിപ്പോൾ കേരളത്തിനകത്ത് നോക്കിയ എല്ലാ സ്ഥലത്തും കൊലപാതകവും പിന്നെ പീഡനങ്ങളും ഒക്കെ തന്നെയാണ് നടക്കുന്നത്. ലഹരി അടക്കം ലഹരി അടക്കം ഭയങ്കര വേട്ടയാണ് നടക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ മാക്സിമം, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മാക്സിമം എല്ലാവരും ഒത്തൊരുമ, ഇപ്പം വീട്ടിൽ തന്നെയാ ഇഷ്യൂസൊക്കെ കാണുന്നുണ്ടല്ലോ, വീട്ടിൽ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒന്ന് കെയർ ചെയ്യുക. എല്ലാവരും കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്, ഒരുപാട് സങ്കടമുണ്ട്. ഈ അടുത്ത കാലത്ത് നടന്ന ഈ കൊലപാതകങ്ങൾ കൂടെ നമ്മൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. നമ്മുടെ സ്വന്തം അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും നമുക്കതൊരു ഇതായി മാറില്ല. പക്ഷെ നമുക്ക് അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ പോലും നമ്മൾ അവരോട് അല്ല ഇപ്പോൾ, എന്നാൽ പോലും ഞങ്ങൾ മാറി നിൽക്കുമ്പം പോലും, എല്ലാവരും അല്ല, ചിലവർ മാറി നിൽക്കുമ്പോൾ ഞാൻ മാറി നിൽക്കുന്നില്ല. അപ്പം എന്നിട്ട് പോലും അവരോടുള്ള സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര വിലപ്പെട്ടതാണ്. അപ്പം തീർച്ചയായിട്ടും വനിതാ ദിനമായിട്ട് എല്ലാവരും, പ്രത്യേകിച്ച് എല്ലാ സ്ത്രീകളോടും എല്ലാവരും കെയർ ചെയ്യണം, നന്നായിട്ട് സൂക്ഷിക്കുക, നമ്മളെ തന്നെ നന്നായി സൂക്ഷിക്കുക. അപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുവാണ്. പൊതുവെ ഈ സ്ത്രീകളും പുരുഷന്മാരും തെറ്റുകൾ ചെയ്യുന്ന സമയത്ത് അത് പൊതുസമൂഹം അവരുടെ മുഴുവൻ മനുഷ്യരെയും കളിയാക്കുകയോ കുറ്റപ്പെടുത്തുകയില്ല, സ്ത്രീകൾ മുഴുവൻ മോശക്കാരായിട്ട് ചിത്രീകരിക്കുകയില്ല. പക്ഷെ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ എന്തെങ്കിലും ഒരാൾ തെറ്റ് ചെയ്യുന്ന സമയത്ത് പൊതുവെ അത് ജനറലൈസ് ചെയ്യപ്പെടാറുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? അത് ഇപ്പം എല്ലാ മനുഷ്യരും ചെയ്യും പോലെയുള്ള കാര്യങ്ങൾ തന്നെ. ട്രാൻസ് മനുഷ്യർ കുറച്ച് പേരാണ്, കുറച്ച് ആൾക്കാരടങ്ങുന്നവരാണ്. അപ്പോൾ അതിനകത്ത് ഒരാൾ കുറ്റം ചെയ്യുമ്പോൾ അതൊരു ട്രാൻസ്ജെൻഡർ ആണ് ചെയ്തതെന്ന് പറയാൻ എളുപ്പം. ചിലപ്പോൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഒരു സംഭവം 100 പേര് ചെയ്യുന്നുണ്ടാവും, അതിൽ ഒരാൾ ഒരു ട്രാൻസ് പേഴ്സൺ ആകുമ്പോൾ ആ ട്രാൻസ്ജെൻഡർ ചെയ്തു എന്നുള്ളതിന് ഭയങ്കര ഒരു വാർത്തയായിരിക്കും. അതായിരിക്കും കാരണം മെയിനായിട്ട്. കഴിഞ്ഞ ദിവസം നമുക്ക് എല്ലാവർക്കും ആശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിക്ക് ആക്രമണം ഉണ്ടായ സമയത്ത് സമൂഹത്തിലെ ഒട്ടുമിക്ക മനുഷ്യരും ഒപ്പം ചേർന്ന് നിൽക്കുകയും സർക്കാർ അടക്കം അതിൽ കൃത്യമായി പരിഗണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ മാറ്റമായിട്ടാണോ നമ്മൾ കാണേണ്ടത്? ഒരിക്കലും അല്ല. നമ്മൾ ഈ എന്തിനാ ആക്രമിക്കുന്നത് എന്നാണ് എനിക്കിപ്പോഴും ഒരു ഡൗട്ട്. അതാണ്, എന്തിനാ ചുമ്മാ ആവശ്യമില്ലാതെ സ്ത്രീ പുരുഷൻ മാത്രം മതി, എന്തിനാ ഇങ്ങനെയുള്ള വർഗങ്ങൾ, ഇങ്ങനെയുള്ള ആൾക്കാർ എന്തിനാ ഈ സമൂഹത്തിൽ എന്ന് ചോദിച്ചുകൊണ്ടല്ലേ ആക്രമിച്ചത്. ആ ആക്രമണം ആ ആളിൻ്റെ ഫാമിലിയിലുള്ള ഒരാളെയാണ് അത്രമാത്രം ഉപദ്രവിച്ചിരുന്നുവെങ്കിൽ ആ ആളിനുണ്ടാകുന്ന വേദന എത്രയെന്ന് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ ആ കുട്ടി അനുഭവിച്ച വേദന ഞങ്ങളുടെ വേദനയാണ്. അപ്പോൾ അങ്ങനെയൊന്നും പാടില്ല എന്നുള്ളതാണ്. അതൊരു വലിയ ക്രെഡിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റൊരു ചെയ്തുകൊണ്ട് അവർ നമുക്ക് ഭയങ്കരമായി സപ്പോർട്ട് ചെയ്തു എന്നുള്ളതൊന്നും അല്ല. എല്ലാവർക്കും കിട്ടേണ്ട അവകാശം, എല്ലാവർക്കും കിട്ടേണ്ട നീതി തീർച്ചയായിട്ടും കിട്ടുക തന്നെ വേണം. ഓക്കെ. അപ്പം ഇത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ സർക്കാരിൻ്റെ ഒരു ഇടപെടൽ, അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു വിഷയമാണ്. ഇടപെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പൊതുസമൂഹത്തിന് എപ്പോഴും ഒരു ചോദ്യം തന്നെയാണ്. എങ്ങനെയാണ് സർക്കാർ ഇടപെടൽ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ, അതോ അതിൻ്റെ ഒരു വളർച്ച മന്ദഗതിയിലാണോ? സർക്കാരിൻ്റെ ഇടപെടൽ മന്ദഗതിയിലാണെന്നല്ലേ പറയാൻ. അത് കുറച്ചുകൂടെയൊക്കെ ഒന്ന് വിപുലമാക്കണം. എല്ലാ കാര്യങ്ങൾക്കും കുറച്ചുകൂടെ നല്ല രീതിയിൽ എല്ലാവരെയും ഒരുപോലെ കാണാൻ ഉള്ളത് അതിനകത്ത് തന്നെ സർക്കാരിൽ തന്നെ കൂടുതലായിട്ട് ഉണ്ടാകണം. സർക്കാർ അത് തീരുമാനങ്ങൾ എടുക്കുന്നില്ല. മെയിനായിട്ട് ജോലി, എന്തുകൊണ്ട് ട്രാൻസ്ജെൻഡേഴ്സിന് ജോലി ഒരു ഇമ്പോർട്ടൻസ് ആക്കിക്കൂടാ? അങ്ങനെ തൊഴിലവസരങ്ങളുടെ നിഷേധം ഉണ്ട്, പ്രത്യേകിച്ച് റിസർവേഷൻ വലിയൊരു പോരായ്മയുണ്ട് എന്നുള്ളത് ഉറപ്പായിട്ടും ഉണ്ട്. പല കാര്യങ്ങൾക്കും ഞങ്ങളെ ഇപ്പം പറയും, നിങ്ങളെക്കുറിച്ച് പറയാൻ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാവർക്കും പറയാൻ കാര്യങ്ങളുണ്ടെന്ന് പറയും. പക്ഷേ ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾക്കല്ലേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഓരോരുത്തർക്കും ഞങ്ങൾ പറഞ്ഞാലല്ലേ ഞങ്ങളെ അവകാശങ്ങൾ ഞങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പറയും, നിങ്ങളവിടെ ഇരുന്ന് പറയുന്നത് കൊണ്ട് ഇപ്പം എല്ലാം നിങ്ങൾക്ക് നേടിത്തരണമെന്നില്ല. നമ്മൾ നേടിയെടുത്തേ പറ്റുള്ളൂ. കാരണം ഞങ്ങൾക്ക് ജീവിക്കണ്ടേ, ഞങ്ങളെല്ലാവരും മനുഷ്യരാണെന്നുള്ള ബോധം എല്ലാവർക്കും വേണം. ഓക്കെ. സ്വന്തം ജീവിതം സമരമാക്കിയിട്ടാണ് ഓരോ ട്രാൻസ്ജെൻഡർ മനുഷ്യരും കടന്നു പോകുന്നത്. അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അമ്മയെ പണ്ട് ജീവിച്ചിരുന്ന ഒരു അവസ്ഥയാണ് കുറച്ചും കൂടി മെച്ചപ്പെട്ടത്, അല്ല ഇപ്പോൾ ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് കുറച്ചും കൂടി മെച്ചപ്പെട്ടത് എന്നുള്ളത്? ഏതാണ് കുറച്ചും കൂടി ജീവിക്കാൻ ഒരു ട്രാൻസ്ജെൻഡർ മനുഷ്യൻ എന്ന രീതിയിൽ തോന്നിയിട്ടുള്ളത് നന്നായിട്ട്? മുൻപ് ജീവിച്ച രീതി ഇപ്പോൾ ജീവിക്കുന്നതാണോ? മുൻപാണോ ഏറ്റവും കൂടുതൽ നല്ലത്, അതിൽ ഇപ്പോഴാണോ കുറച്ചും കൂടി നല്ലത് കേരളത്തിനകത്ത്? അല്ല, കേരളത്തിനകത്ത് ഇപ്പോഴും മാറ്റങ്ങൾ വന്നു തുടങ്ങിയത് കൊണ്ട്, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ഒരു കൂട്ടായ്മയാണല്ലോ ഈ ഒരു മാറ്റങ്ങൾക്ക് മെയിനായിട്ട് മാറ്റങ്ങൾ ഉണ്ടായത്. നമ്മളെല്ലാവരും ഒത്തൊരുമയോട് നിന്നത് കൊണ്ടാണ് ഈ മാറ്റങ്ങൾ പൂർണ്ണമായി മാറി എന്നല്ല ഞാൻ പറയുന്നത്. ഇനിയും ഒരുപാട് മാറാനുണ്ട്. അപ്പം ഞങ്ങൾ അതിനുവേണ്ടി ഇനിയും ശ്രമിച്ചു കൊണ്ടേയിരിക്കും. നമ്മൾ
ഓക്കെ. ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇനിയും ഒരുപാട് നേടണം. പലയിടങ്ങളിലും പല സംഭവങ്ങൾ നമ്മൾ ഒഴിവാക്കുക തന്നെ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ഒഴിവാക്കിക്കൊണ്ട് തന്നെ ഇരിക്കുന്നത്. ആ ഒഴിവാക്കലുകൾ എത്രയും പെട്ടെന്ന് നിർത്തലാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാൻ. പൊതുവെ സമൂഹത്തിന് ചോദിക്കാൻ ആഗ്രഹമുള്ള പല ചോദ്യങ്ങളും ഈ ഇന്റർവ്യൂവിൽ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പൂർവ്വകാല പേര്, അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന പേരെന്താണെന്നുള്ളൊരു ചോദ്യം, ഇല്ലെങ്കിൽ സർജറി കഴിഞ്ഞതാണോ ഇല്ലയോ എന്നുള്ള ചോദ്യമൊക്കെ, അതൊക്കെ ഒഴിവാക്കിയിട്ട് മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്. ട്രാൻസ്ജെൻഡർ വ്യക്തി എന്ന രീതിയിൽ സർജറി ചെയ്യുക എന്നുള്ളത് ഒരു നിർബന്ധം ഉള്ള ഒരു കാര്യമാണോ? അല്ല, ട്രാൻസ്ജെൻഡർ ആകണമെങ്കിൽ സർജറി ചെയ്യാതിരിക്കുന്നതും ഒരു മാറ്റമല്ലേ എന്നുള്ളത് സമൂഹത്തിന്റെ ഒരു ചോദ്യമാണ്. അത് എങ്ങനെ നോക്കിക്കാണുന്നു അമ്മയാ? ഒരു വ്യക്തിയുടെ ഇഷ്ടമാണ് അയാൾ എന്ത് ചെയ്യണം, അയാൾ എങ്ങനെ ജീവിക്കണം, ആ ആളെങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ ചെയ്യുന്നത് ആ വ്യക്തിയുടെയാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് എത്തി നോക്കാൻ ആർക്കും അവകാശമില്ല. ഒരാളുടെ ഇഷ്ടമാണ് ആ ആളുടെ സർജറി ചെയ്യണോ, അയാൾ ഇങ്ങനെ ഡ്രസ്സ് ധരിക്കണോ, എങ്ങനെ നടക്കണം, അയാൾ എന്ത് ചെയ്യണം. നമ്മുടെ സമൂഹത്തിന് പ്രതികൂലമായിട്ടുള്ള സംഭവങ്ങൾ ചെയ്ത് അനുകൂലമായ ആ വ്യക്തിയുടെ ജീവിതത്തിന്, ആ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ, ആ വ്യക്തിയുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ നമ്മുടെ ഈ രാജ്യത്ത് അവകാശമുണ്ട്. അപ്പൊ അമ്മയും പറഞ്ഞത് സർജറി നിർബന്ധപൂർണമായ വിഷയമല്ല. ഒരിക്കലും അതൊക്കെ സർജറി ചെയ്യണോ ചെയ്യണ്ടേന്നൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ലേ, സർജറി ചെയ്യാതെ ജീവിച്ചത് അയാൾക്ക് ജീവിക്കാൻ പറ്റത്തില്ലേ. അയാൾക്ക് ആ വേദന ചിലപ്പോൾ അനുഭവിക്കാൻ പേടിയായിരിക്കും, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും. അപ്പൊ അതൊക്കെ ഈ പറയുന്ന ആൾക്കാർക്ക് നേടിക്കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യുക, ആ ആളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അവരെ വിടുക. അവരുടെ പുറകെ സൈബർ പുള്ളിങ് ആയിട്ട് നടക്കാതെ, എന്തിന് ഇഷ്യൂസ് ആയിട്ട് നടക്കാതെ അയാളുടെ വഴിക്ക് ജീവിക്കാൻ സമ്മതിക്കുക. കുറച്ചു കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുന്നത്, ഈ പറഞ്ഞ പോലെ നമ്മൾ കുറെ അധികം വേദനകൾ സഹിച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ ഈ നിലയിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് ട്രാൻസ്ഫോർമേഷൻ പീരീഡ് എന്നുള്ളത് എങ്ങനെയാണ് അതിൻ്റെ ഒരു മാറ്റം എന്നുള്ളത്? തുടക്ക സമയത്ത് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച് ഇപ്പോൾ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവാം നമ്മളെല്ലാവരും. പക്ഷേ ഈ വേദന എന്നുള്ളത് ചെറുതല്ല എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും പറയുന്നത്. ആ വേദനയെ പറ്റി ഒന്ന് സൂചിപ്പിക്കാമോ? വേദനകൾ എന്നും വേദനകൾ തന്നെയാണ്. നമ്മൾ പ്രത്യേകിച്ച് കുടുംബത്തിനകത്ത് നിന്നുണ്ടാവുന്നത്, സമൂഹത്തിൽ നിന്നുണ്ടാവുന്നത്, ഒരു വ്യക്തിയിൽ നിന്നുണ്ടാവുന്നത്, നമ്മുടെ തന്നെ കമ്മ്യൂണിറ്റിക്ക് അകത്തു നിന്നും വ്യക്തികളിൽ നിന്നും ഉണ്ടാവുന്ന വേദനകളുണ്ട്. അപ്പോൾ പലരും പല രീതിയിലാണ് പെരുമാറുന്നത്. അപ്പം ആ വേദനകൾ എന്നും വേദനകൾ തന്നെയാണ്. അപ്പം സത്യത്തിൽ ഈ വേദനകളെയൊക്കെ തരണം ചെയ്ത്, അല്ലെങ്കിൽ ആ വേദനകളെയൊക്കെ ഉള്ളിൽ ഒതുക്കി നമ്മൾ ക്ഷമ എന്ന് പറയുന്ന ഇതിലൂടെ ജീവിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ക്ഷമിച്ചു പോയാലേ ജീവിക്കാൻ പറ്റും. പിന്നെ പ്രതികരിക്കണം, പ്രതികരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ പ്രതികരിച്ചേ പറ്റത്തുള്ളൂ. പക്ഷെ എന്നാൽ പോലും നമ്മൾ ക്ഷമിക്കേണ്ട സ്ഥലങ്ങളിൽ ക്ഷമിക്കുകയും വേണം. പൊതുവെ അമ്മയ കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ്. അങ്ങനെ പുറത്താക്കപ്പെട്ട വ്യക്തി പലപ്പോഴും നമ്മൾ കുറച്ചധികം കഴിയുന്ന സമയത്ത് നമ്മൾ അംഗീകരിക്കാറുണ്ട് കുടുംബം. ഇപ്പൊ അമ്മയുടെ വീട്ടിലൊക്കെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സന്തോഷം കൂടി പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കാമോ? ഇപ്പം മറ്റുള്ളവരെ ഞാൻ നോക്കില്ല. ഇപ്പം സഹോദരങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ ചില ബുദ്ധിമുട്ടാകും. എല്ലാ സഹോദരങ്ങളെയും ഞാൻ പറയുന്നില്ല. എൻ്റെ സഹോദരങ്ങൾക്ക് ചിലപ്പോൾ എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. മാറട്ടെ എന്നുവെച്ചാൽ എൻ്റെ സഹോദരങ്ങൾ എന്നോടൊപ്പം ചേരണം, അല്ലെങ്കിൽ എന്നെ ചേർത്ത് പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എൻ്റെ അമ്മ എന്നെ എത്രത്തോളം ചേർത്ത് പിടിക്കുന്നുണ്ട്, എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ അമ്മയുടെ അടുത്ത് എന്നെ തള്ളിപ്പറഞ്ഞ എൻ്റെ ആൾക്കാർ, അല്ലെങ്കിൽ എൻ്റെ സമൂഹം എന്നെ തള്ളിപ്പറഞ്ഞ എൻ്റെ നാട്ടുകാർ അമ്മയോട് പറയുന്നുണ്ട്, നിങ്ങളുടെ മകൾ നല്ല രീതിയിൽ ജീവിക്കുന്നില്ലേ. നമ്മൾ സാമ്പത്തികമായിട്ട് താഴോട്ടുള്ളവരാണ്. അപ്പം അമ്മയോട് പറയും, അമ്മയ്ക്ക് മോളുടെ കൂടെ പോയി നിന്നൂടെ. അപ്പം എൻ്റെ അമ്മ മകളുടെ കൂടെ നിൽക്കാം, അതിന് സമയമാകട്ടെ. എൻ്റെ സഹോദരങ്ങളെ വിട്ടിട്ട് വരാതെ അവിടെ തന്നെ നിൽക്കുന്നു. ബ്രദേഴ്സായ അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു. പക്ഷെ ഒരു സമയം എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരും. അത് ആ വിശ്വാസത്തിൽ മുന്നോട്ട് ജീവിക്കുന്നു. അത് ഭയങ്കര ഹാപ്പിയാണ്. അല്ലേ? അപ്പം എനിക്ക് തോന്നുന്നു വരുന്ന തലമുറയിലെ കുട്ടികളൊക്കെ തന്നെ ഒരു പക്ഷേ ഇങ്ങനെ 18 വയസ്സിന് ശേഷം താൻ തിരിച്ചറിയുകയാണ്, ട്രാൻസ്ജെൻഡർ ആണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ അവസരങ്ങളുണ്ട്. അല്ലെ, ഞാനും അമ്മയും കടന്നു വരുന്ന ആ സമയത്ത് അവസരങ്ങളുടെ വലിയൊരു കുറവുണ്ടായിരുന്നു എന്നുള്ളതാണ്. പുതുതായിട്ട് കടന്നു വരുന്ന കുട്ടികളോടൊന്നല്ല, 18 വയസ്സ് കഴിഞ്ഞ് ട്രാൻസ്ജെൻഡർ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളോട് എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? ഞാൻ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, സ്വയം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഞാനായി ജീവിക്കുക. അതെ, മറ്റൊരു ലൈഫിലേക്ക് പോകാതെ, ആരുടെയും നിർബന്ധത്തിന് പോകാതെ, ആരുടെയും പ്രയത്നത്തിൽ, അല്ലെങ്കിൽ നീ ഇങ്ങനെ ജീവിക്കണം, നീ ഇന്നതാവണം, നീ ഇന്ന തന്നെ ആയി തീരണം, അല്ലെങ്കിൽ നീ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ നീ പിന്നെ ഈ വീട്ടിൽ അടച്ചിട്ടാൽ അങ്ങനെ തന്നെ കിടക്കണം, ഇതൊന്നും ആരുടെയും ഒരു നിർബന്ധത്തിന് വഴങ്ങാതെ സ്വയം നമ്മളായി ജീവിക്കാൻ ശ്രമിക്കുക. അത് എന്ത് എന്നുള്ളതല്ല, നമ്മൾ ട്രാൻസ്ജെൻഡർ ആണോ, ഏത് കമ്മ്യൂണിറ്റിയായി ജീവിക്കണമെന്നല്ല, നമ്മൾ എന്തായിട്ടാണോ ജീവിക്കുന്നത് ആ ജെൻഡർ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് ജീവിക്കാൻ പഠിക്കുക.
ഓക്കെ, പൊതുവെ സ്ത്രീയായിട്ട് ജീവിക്കൂ അല്ലെങ്കിൽ പുരുഷനായിട്ട് ജീവിക്കൂ എന്ന് പറയുന്ന സമൂഹത്തിന് മുന്നിലുള്ള ഒരു ഉത്തരവും കൂടിയാണ് ഈ വിഷയം എന്നുള്ളത്. അപ്പം ഇനി കുറച്ചും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അമയ സൗന്ദര്യ മത്സരങ്ങളുടെയൊക്കെ ഭാഗമാകുന്നുണ്ട്, സിനിമകളൊക്കെ ചെയ്യുന്നുണ്ട്. പുതിയ എന്തെങ്കിലും തുടക്കം ഇപ്പം നടത്തുന്നുണ്ടോ, ഇല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും മത്സരത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? മത്സരം അത് ചിലപ്പോൾ എന്തോ നമ്മൾ ഒരു വിശേഷം പങ്കുവെക്കാനുണ്ട് അമയ, അത് പറഞ്ഞോളൂ. അങ്ങനെയല്ല, നമ്മൾക്ക് വരുന്ന ചിലപ്പം പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റികൾ അല്ലെങ്കിൽ പുതിയ പുതിയ സംഭവങ്ങൾ, ചിലപ്പോൾ ഹൈഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഹൈഡ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം അത് ഹൈഡ് ചെയ്ത് തന്നെ ഇരിക്കട്ടെ. അത് ഇനി വരുന്ന ഇനി അങ്ങോട്ട് പോകും തോറും എല്ലാവർക്കും അറിയാം എന്താണ് അമ്മയിൽ നിന്ന് ഇനി എന്ത് നേടാം, അല്ലെങ്കിൽ അമ്മ ഇനി എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇനിയും പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും, ഇനിയും പല കാര്യങ്ങളിൽ എത്തിപ്പെടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും, പുതിയ പുതിയ സിനിമകൾ ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. അമ്മ അപ്പൊ എന്തോ ഒരു വലിയ സന്തോഷം നമ്മളായിട്ട് പങ്കുവയ്ക്കാനുണ്ട്. അടുത്ത ഇന്റർവ്യൂവിൽ അത് ഉറപ്പായിട്ടും തുറന്നു പറയുന്നതായിരിക്കും. അപ്പോൾ ഒരു കൗതുകമുള്ള മറ്റൊരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിയാലിറ്റി ഷോ, പ്രത്യേകിച്ച് ഏഷ്യനെറ്റിലെ ബിഗ് ബോസ് എന്നുള്ള റിയാലിറ്റി ഷോയിൽ പോകാൻ അമ്മയ്ക്ക് ഒരു ആഗ്രഹമുണ്ടെന്ന് അമ്മയെ പലപ്പോഴായിട്ട് പല മാധ്യമങ്ങളിലും സംസാരിച്ചതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്, പോകാൻ ആഗ്രഹമുണ്ടോ? എന്തുകൊണ്ടാണ് അവിടെ പോകാൻ ആഗ്രഹിക്കുന്നത്? എല്ലാ സീസണും കാണാറുണ്ട്. ഇപ്പം നമ്മളുടെ ഇപ്പം എൻ്റെ സുഹൃത്ത് ഇപ്പം നാദിറ തന്നെ 94 ദിവസവും അതിനകത്ത് നല്ല രീതിയിൽ മത്സരിച്ച് 96 ദിവസവും നല്ല രീതിയിൽ കളിച്ച ഒരാളാണ്, നല്ല രീതിയിൽ. അപ്പോൾ അതൊക്കെ ഒരു പ്രചോദനമാണ്. അപ്പോൾ എനിക്ക് നാദിറ 96 ദിവസം, എനിക്ക് 100 ദിവസവും നിൽക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെയാണ് അതിൽ വരണമെന്ന് ഒരുപാട് കഴിഞ്ഞ സീസണും അതിന് മുന്നേ സീസണും എല്ലാ സീസണിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. വിധിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഞാൻ ആപ്റ്റാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ ആഗ്രഹമുണ്ട്. അപ്പം എന്തായാലും അങ്ങനെ വരാൻ സാധിക്കട്ടെ, 100 ദിവസവും വിജയമായിട്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അമ്മയ ഇപ്പോൾ ലൈഫിൽ കുറേ അധികം യാത്രകൾ കടന്നു വന്നൊരു വ്യക്തി കൂടിയാണ്. ഇനി ഇത് നേടണം എന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു മേഖല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസരം എന്തെങ്കിലും ഉണ്ടോ? ഇതാണ് എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത്. എൻ്റെ സ്വപ്നം, എനിക്ക് വലിയൊരു സ്വപ്നമുണ്ട്. ഈ ജോലി ഇല്ലാണ്ട് ബുദ്ധിമുട്ടുന്ന ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പം ആ ജോലി ഇല്ലാത്തത് കൊണ്ടല്ലേ നമ്മളെല്ലാവരും ചിലപ്പം സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ പട്ടിണി കിടക്കേണ്ടി വരുന്നത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് വലിയ വലിയ കുറേ എൻ്റർപ്രണർ ആവും, അല്ലെങ്കിൽ ഒരുപാട് സ്ഥാപനങ്ങൾ, കുറേ കാര്യങ്ങൾ, കുറേ മേഖലയിലൊക്കെ നിന്നിട്ട് ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. ദൈവം സഹായിച്ച് അങ്ങനെ ഒരു സംരംഭമൊക്കെ ഇപ്പം എന്നെ കൊണ്ട് പറ്റുന്ന 2-3 പേര് എൻ്റെ ജോലി ചെയ്യുന്നുണ്ട് എൻ്റെ സ്ഥാപനത്തിലും. കുറേ കാര്യങ്ങൾ എന്നിൽ നിന്ന് ജോലി ചെയ്യുന്നു, എന്നിൽ നിന്ന് കുറച്ച് ഒരു കുടുംബം കഴിയുന്നുണ്ട്. അതിന് ഭയങ്കര സന്തോഷമാണ്. അപ്പം അതിലുപരി ഒരു 100 പേർക്കെങ്കിലും ജോലി കൊടുക്കാൻ പറ്റുന്ന വലിയ വലിയ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഓക്കെ, അത് വലിയൊരു തുടക്കം തന്നെ ആവട്ടെ, കുറെ അധികം ആൾക്കാർക്ക് അവസരം കിട്ടട്ടെ എന്നുള്ളതാണ്. കാരണം മുന്നേ അമ്മയെ സംസാരിച്ചപ്പോഴും കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അവിടെ കുറച്ചും കൂടി സാധ്യതയുള്ളത് ട്രാൻസ്ജെൻഡർ മനുഷ്യർക്ക് തന്നെയാണ് എന്നുള്ളത്. തീർച്ചയായിട്ടും. അതെന്തുകൊണ്ടാണ് അങ്ങനെ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് കുറച്ചും കൂടി അവസരം കൊടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കാൻ കാരണം? നമ്മളുടെ വേദന നമ്മൾക്കല്ലേ തിരിച്ചറിയാവും. അപ്പം ജോലി കിട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ട് ട്രാൻസ്ജെൻഡേഴ്സിന് തന്നെയാണ്. അപ്പോൾ പലയിടത്തും ഒഴിവാക്കപ്പെടുന്നുണ്ട്. അപ്പം അത് നമ്മളിലൂടെയെങ്കിലും പരിഹരിക്കാൻ പറ്റിയാൽ, നമ്മളെ പോലെയുള്ള കുറച്ച് പേരിൽ കൂടെയെങ്കിലും പരിഹരിക്കാൻ പറ്റിയാൽ അത് ഭയങ്കര സന്തോഷമായിരിക്കും. ഓക്കെ, അമ്മയ്ക്ക് സാമൂഹ്യ പ്രവർത്തനത്തിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. എങ്ങനെയാണ് ഇപ്പം സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് വലിയൊരു പരിമിതികൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. കാരണം നമുക്ക് എല്ലാവരെയും പോലെ തന്നെ കൃത്യമായിട്ട് അവസരം കിട്ടാറില്ല എന്ന് മാത്രമല്ല, നമ്മളെ പലപ്പോഴും മിസ്യൂസ് ചെയ്യപ്പെടാറുണ്ട്. നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ വളരെ ആക്സസ് ആണ്, അവൈലബിൾ ആണെന്നുള്ള സമൂഹത്തിൽ ഒരു തോന്നൽ. അതെങ്ങനെയാണ്, അതിനെ പറ്റി ഒരു 2 വാക്ക് പറയുവാണെങ്കിൽ? നമ്മൾ കുറച്ചും കൂടി എളുപ്പമായിട്ട് ആൾക്കാർക്ക് കിട്ടും, അല്ലെങ്കിൽ എളുപ്പം കുറച്ചും കൂടി സ്വാഗതം ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നമ്മളെ മുഖ്യ അതിഥി ആക്കി കഴിഞ്ഞാൽ പൈസ കൊടുക്കണ്ട എന്നുള്ളൊരു തോന്നൽ സമൂഹത്തിന് എപ്പോഴും ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് അത് പല പ്രോഗ്രാമിലും അല്ലെങ്കിൽ പല കാര്യങ്ങളിലും നമ്മൾക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത്രയും സജീവമായി നിൽക്കുക. അപ്പം ഒരുപാട് പേര് നമ്മളെ യൂട്യൂബ് വഴിയും മറ്റതിലൂടെയൊക്കെയും പല ചാനലുകൾ വഴിയും നമ്മൾ കുറച്ച് ഫെയിമായി കഴിയുമ്പോൾ പലയിടങ്ങളിലും നമ്മളെ വിളിക്കുന്നത് അവിടെ ക്യാഷോ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ തോന്നുക, അല്ലെങ്കിൽ വരുന്നു അവർക്ക് ഇത്രത്തോളം നമ്മളെ ചെയ്യാം എന്നൊരു തോന്നലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഫ്രീ ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് വന്ന് അവർക്കൊരു ഗസ്റ്റായി വന്നു, അങ്ങനെ ചെയ്തു പോകും. ഇൻസ്റ്റഗ്രാമിൽ 1,00,000 പുറത്ത് ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തി കൂടിയാണ് അമ്മയ. എങ്ങനെയാണ് ഇൻസ്റ്റഗ്രാം, പ്രത്യേകിച്ച് ഒരു തലമുറയുമായിട്ട് നമുക്ക് വളരെ ഒരുമിച്ച് ഓടേണ്ട മനുഷ്യരാണ് നമ്മളെല്ലാവരും. അപ്പോൾ അങ്ങനെ ഇൻസ്റ്റഗ്രാമിലേക്ക് എത്തി നിൽക്കുന്ന സമയത്തും എങ്ങനെയാണ് അവിടുത്തെ ഒരു സാധ്യത കൂടി
ഡിജിറ്റൽ യുഗമാണ്. അത് ഉപയോഗിക്കാൻ പറ്റാറുണ്ടോ? പൊതുവേ നമുക്ക് എല്ലാവരെയും പോലെയും ഒരു വലിയൊരു വൈറൽ വ്യക്തിയാകാൻ സാധിക്കാറുണ്ടോ? നമ്മളിപ്പോൾ ഓരോ ഓരോ വീഡിയോസ് ചെയ്യുന്ന സമയത്തും നമ്മൾ സ്വയമേ നമ്മുടെ സൃഷ്ടിക്കനുസരിച്ച് അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോന്നും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് അപ്പം എന്ത് തോന്നുന്നു ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. ചില കാര്യങ്ങൾ വൈറലാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ എല്ലാവരും ചെയ്യുമ്പോൾ ചിലപ്പോൾ പലവരും പല രീതിയിലാണ് ചെയ്യുന്നത്. ഓരോ ആൾക്കാർക്കും പറ്റുന്ന പരിമിതികളുണ്ട്, പല കാര്യങ്ങളും ചെയ്യാൻ പരിമിതികളുണ്ട്. അപ്പോൾ എനിക്കെന്താണോ അവൈലബിൾ ആയിട്ടുള്ളത്, എന്നെക്കൊണ്ട് പറ്റുന്ന എൻ്റെ ഫോണ്, എൻ്റെ അല്ലെങ്കിൽ ക്യാമറ, എനിക്ക് പറ്റുന്ന അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റുന്ന കാര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ആ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അത് ഒരുപാട് പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരുപാട് വീഡിയോകൾ മില്യൺ വ്യൂവേഴ്സൊക്കെ കയറിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഇനി കുറച്ചും കൂടി മില്യനുകളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ പ്രിയപ്പെട്ടൊരു ഇൻ്റർവ്യൂ കൂടിയായിരുന്നു ഇന്നത്തേത്. അപ്പം വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് സമൂഹത്തിൽ ഇത്തരത്തിൽ മേഖലയിൽ സജീവമായിട്ട് നിൽക്കുന്ന അമ്മയെ ഈ അവസരത്തിൽ ഇൻ്റർവ്യൂ ചെയ്യാൻ സാധിച്ചതിൽ. അപ്പോൾ എന്തായാലും അതിഥി അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഇന്നത്തെ ന്യൂസ് 3 ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.